ചില ആളുകളുണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോറീസ് കൊണ്ടും കരിയർ ഇൻസൈറ്റ്സ് കൊണ്ടും നമ്മുടെ ലൈഫിലും ഇൻസ്പിറേഷൻ നിറയ്ക്കാൻ പറ്റുന്ന ചില ആളുകൾ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അങ്ങനെ ഒരാളാണ്. മാസ്റ്റർ ഡിജിറ്റൽ അക്കാഡമിയിൽ നിന്നും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പാസ് ഔട്ട് ആയിട്ടുള്ള മൊഹിയുദ്ദീൻ. ഹായ്. ഹലോ. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് എത്തിയ ഒരാളാണല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ് ജേണി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ലൈഫ് ജേണി ബിസിനസ് ആയിരുന്നു മെയിനായിട്ട് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് എന്നാണ് ശരിക്കും നമ്മളെ ഏർണിങ്സിന്റെ, അതായത് കയ്യിൽ ക്യാഷ് എത്തുന്ന അതായത് കണക്ക് ഏകദേശം കയ്യിലെത്തുന്ന സമയത്ത് തന്നെ ക്യാഷ് നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നത് പിന്നെ ഒരു 8 വർഷം കഴിഞ്ഞിട്ട്, അതായത് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബിസിനസ്സിലാക്കിയാൽ മതി. പക്ഷെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യാം, പിന്നെ മൂത്താപ്പയുടെ എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ കൂടെ പിന്നെ ഒരു മാങ്ങ കച്ചവടം, അദ്ദേഹം പിന്നെ മാവുകളൊക്കെ ലേലത്തിനെടുക്കുക, പിന്നെ എന്താ പറയുക മാങ്ങ പറിക്കുക, പഴുപ്പിക്കുക, ഇതായിരുന്നു മൂപ്പരത്. ഇത് ബിസിനസ് ചെയ്യല് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിരുന്നു. കടയിൽ കൊണ്ടുപോയി കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ കൊപ്ര ഉണക്കി കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കുക, അതിന്റെ ഓരോ കാര്യങ്ങളും പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് ഞാനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ബിസിനസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്ലഡിൽ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് അപ്ലൈ ചെയ്ത, അതായത് ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തത് റോങ് ആയിട്ടുള്ള രീതിയിലാണ്. ഇത് മനസ്സിലാക്കാൻ ശരിക്ക് നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് എനിക്കായി. അപ്പോൾ അതിലെനിക്കും ഇന്നും കുറ്റബോധമില്ല. കാരണം എന്താ പറയാ, തുടങ്ങുന്ന എല്ലാ ബിസിനസ്സിലും പിന്നെ അഭിമാനപൂർവ്വം പറയാവുന്ന ഒരു സംഗതി ഒന്നുമല്ല. 8 നിലയിൽ പൊട്ടിയ ഒരാളാണ്. 8 നില വളരെ നന്നായിട്ട് പൊട്ടി. അതിനുശേഷം കൊറോണയിലൊക്കെ ഇനി വഴിത്തിരിവുകൾ സംഭവിക്കുക. അതായത് അതുവരെ വളരെ നന്നായിട്ട് കൊണ്ടുവന്ന ഒരു ബിസിനസ് കൊറോണയിൽ സ്റ്റക്ക് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോ ആ ഒരു സ്റ്റക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വരുന്ന ഒരു പിന്നെ റവന്യൂ വെച്ചിട്ട് നമ്മൾ അടുത്തതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നില്, ഇപ്പോ കരിയർ അല്ല, എന്റെ പ്രൊഫഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ജോലി ആണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു ജോലിയിൽ 1 വർഷം എനിക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞാല് പിന്നെ ഈ ഫിലോസഫി പറയുന്ന പോലെ എനിക്ക് മടുക്കും. 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടുക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം 3ഓളം ഓൾ ഇന്ത്യ യാത്രകൾ, 7 സിസ്റ്റേഴ്സിലെ ചില ഭാഗങ്ങളല്ലാതെ ബാക്കി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത ആളാണ്. അതിന് മാത്രം അനുഭവങ്ങൾ പിന്നെ ആക്സിഡന്റുകളായിട്ട് മറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. സോ ഇന്ന് കാണുന്ന ഞാനായിട്ട് മാറിയത്, അതായത് ഇപ്പോ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കൺസൾട്ടന്റ് ആയിട്ട്, ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. സോ അത് മാസ്റ്റേർഡിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. കാരണം എന്റെ ഉള്ളിൽ ഇന്നർ പവറിനെ പിന്നെ എനിക്ക് പുറത്തെത്തിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ അതായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട മനുഷ്യര്, ഞാൻ ഇടപെട്ട ലോകം, പിന്നെ എന്റെ യാത്രാനുഭവങ്ങള്, വായിച്ച പുസ്തകങ്ങള്, ചെറുതെങ്കിലും എഴുതിയിട്ടുള്ള ഹൈക്കു പോലെയുള്ള കഥകളെന്നോ വിളിക്കാൻ പറ്റിയ കുറെ സാധനങ്ങളാണ്. അപ്പൊ ഇതിലേക്കൊക്കെ എത്തിച്ചത് എന്റെ ബിസിനസ് എക്സ്പീരിയൻസ്. കാരണം ഞാൻ 6 മാസം പണിയെടുക്കും കണ്ടിന്യൂസ് ആയിട്ട്, 9-10 മാസമൊക്കെ പണിയെടുക്കും. എന്നിട്ട് ആ പൈസ വാങ്ങിയിട്ട് അടുത്ത 6 മാസം ട്രിപ്പ് പോകാനുള്ള ഒരു സാധനമായിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ എനിക്കറിയാം ഈ 10 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു 4 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പണി ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ അടുത്തൊരു ജോലിക്ക് വേണ്ടിയിട്ട്, അടുത്തൊരു പണിക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ടാണ് ഞാൻ ഇറങ്ങാറ്. അപ്പൊ ഈ ഒരു സംഗതിയിൽ നിന്ന് ഒരു ബിസിനസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എനിക്ക് പല സമയത്തും റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് പിഴവ് പറ്റി. പിന്നെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസ്, അത് പിഴവ് പറ്റി. സോ ഇതൊക്കെ റൈറ്റ് ആയിട്ടുള്ള പ്ലേസ്, പാർട്ട്ണർ, അതുപോലെ തന്നെ നമ്മള് അഡ്വർടൈസ് ചെയ്യുന്ന രീതി, ആൾക്കാരായിട്ട് ഇടപെടൽ, ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പൈസ മുഴുവൻ, അതായത് പിന്നെ ഞാൻ മുൻപ് ക്ലാസ് വന്ന് പറഞ്ഞപ്പോ ഓരോന്നിനും പിന്നെ എനിക്ക് നഷ്ടപ്പെട്ട തുകയെ പറ്റി ഞാൻ പറയുമ്പോ ഞാൻ എന്നോട് തന്നെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു പാഠമാണ്. ഈ പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കിയ പൈസ, ചെലവാക്കിയ കോഴ്സ് ഫീ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണാറ്. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെ ഷെയർ ചെയ്തപ്പോ ശരിക്കും UK പോയി MBA പഠിക്കാനുള്ള ക്യാഷ് ഇങ്ങനെ ചെലവാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഒരു കണക്കില് പിന്നെ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ഇത് ശരിയാണ്. പക്ഷെ ഒരുപക്ഷെ പിന്നെ UK പോയിട്ട് MBA ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇങ്ങനെയുള്ള പാഠം, പിന്നെ അനുഭവം ഗുരു എന്നാണല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് മാത്രമല്ല, ശരിക്കും ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കരിയർ അതിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 വർഷം മുൻപുള്ള ഒരു ആക്സിഡന്റ് ആണ്.
ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡന്റ് ആയി. നല്ല അടിപൊളിയായിട്ടാട്ടോ. അതായത് പിന്നെ റോങ്ങിൽ കയറി വന്നൊരുത്തൻ ഒരു ബൈക്ക് വന്ന് ഇടിച്ചു തെറിപ്പിക്കുന്നു. സോ എനിക്ക് അങ്ങനെ ബൈക്ക് ഇങ്ങനെ വരുന്നത് അത് എന്നില് എന്റെ അടുത്ത് കാണുന്നുള്ള ഒരു സംഗതി എനിക്കറിയാം. പക്ഷെ മാറാൻ പറ്റുന്നില്ല. സോ പിന്നീട് ഒരു ഡ്രീം ഇതിലാണ്, ഒരു പറക്കുന്ന ഒരു തീര്. പിന്നെ പിന്നെ എന്റെ ഓർമ്മ അത് കഴിഞ്ഞിട്ടല്ല എന്റെ ഓർമ്മ വരുന്നത് മെഡിക്കൽ കോളേജിന്റെ സ്കാനിങ് റൂമിലേക്ക് എടുക്കുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അതിന് മുൻപ് ഇങ്ങനെ കണ്ണൊക്കെ ബ്ലിങ്ക് ആവുന്ന എനിക്ക് അറിയുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ സുഹൃത്ത് സാജിർ ഇങ്ങനെ തട്ടുന്നത് അങ്ങനെ ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഡോക്ടർ ഇങ്ങനെ അടുത്തുള്ള ആളോട് പറയുന്നുണ്ട് ഏകദേശം കഴിഞ്ഞിട്ടോ, അപ്പൊ അറിയിക്കാൻ സ്കാനിങ് റൂമിലേക്ക് ഇടുമ്പോൾ വിറയ്ക്കുന്നുണ്ടെന്ന്. അതെ, എനിക്ക് അവരുടെ പറഞ്ഞത് കേട്ട ഓർമ്മയുള്ളൂ. അല്ല എനിക്ക് ബോധത്തിലാണോ അത് അബോധത്തിലാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ വിറയ്ക്കുന്നുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടോ, അറിയിക്കേണ്ടവരെ അറിയിച്ചോണി എന്നുള്ള ആ ഒരു ട്യൂൺ ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഏതായാലും സമാധാനമായി. കാരണം എനിക്ക് കൈ പോലും അനക്കാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആളെങ്ങനെ കാണുന്നുണ്ട്, ഞാൻ അവരോട് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിരി വരുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. കാരണം എന്റെ ഒരു പക്ഷെ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കാം. ആ ഒരു രീതിയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ, അത് കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ഒരു 3-4 മാസത്തോളം കിടന്നു. ഒരേ കിടത്തത്. അപ്പൊ പറയുന്നുണ്ട് ചിലപ്പോ ഇനിയൊന്നും പഴയതുപോലെ ആവില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം 120 ദിവസം 150 120 ദിവസം എനിക്ക് തന്ന തിരിച്ചറിവ് ശരിക്ക് ഇതെനിക്ക് ആക്സിഡന്റ് പറ്റുന്നത് അറൗണ്ട് 4 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ 31 വയസ്സായി ഈ മാസം. അപ്പൊ 27-ാം വയസ്സിലാണ്. സോ 27-ാം വയസ്സിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ ഞാൻ അതിന് മുൻപ് കുറച്ചു മുൻപാണ് ഞാനിതിങ്ങനെ കേട്ടത്. ഒരു ചെറിയൊരു കോട്ടാണ്. അത് പറയുന്നത് എങ്ങനെയായിരുന്നു, സ്കൂളിൽ പോയാൽ നമുക്ക് ഒരിക്കലും ജീവിതം പഠിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ശരിക്കും അതായത് സ്കൂളിൽ പോയാല് അക്കാദമിയിൽ പോയാല് ജീവിതം പഠിക്കാൻ പറ്റൂല എന്ന് ഞാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നത് അപ്പോഴാണ്. കാരണം ഈ ഒരു 3-4 മാസം ഇങ്ങനെ കിടക്കുമ്പോ ലാവിഷായിട്ട് ഇങ്ങനെ കിടക്കുക നല്ല സുഖമാണ്. കാരണം ഫുഡ് നമ്മളെ അടുത്തെത്തും. പിന്നെ നമ്മളെ കാണാനുള്ളവർ നമ്മൾ അങ്ങോട്ട് തിരഞ്ഞു പോയവരൊക്കെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോയവരൊക്കെ ആൾക്കാർ നമ്മളെ തേടി ഇങ്ങോട്ട് എത്തും. അപ്പൊ ഈ ഒരു സാധനം എന്ത് ചെയ്തു, നല്ല എൻജോയ് ആണ്. പക്ഷെ അപ്പോഴും ഞാൻ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതുവരെ ഉണ്ടാക്കിയെടുത്ത ഒരു മണി, അതായത് ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ, ഒരാഴ്ച പണിക്ക് പോയിട്ടില്ല, ഒരു മാസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ ഈ 3-4 മാസം കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ശരിക്കും എന്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കുള്ള ജേണി തുടങ്ങുന്നത്. അന്ന് ഞാൻ പിന്നെ വൈഫിനോട് പറഞ്ഞു, അന്ന് എന്റെ മകൾക്ക് ഏകദേശം 3-4 മാസം പ്രായമായിട്ടുള്ളൂ. ഇപ്പൊ 3 വയസ്സായി. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു മനുഷ്യനാണ്, പലതും സംഭവിക്കും. അപ്പൊ ഇനി ഒരു തവണ ഞാൻ കിടക്കാൻ ഇട വന്നാല് അല്ലെങ്കിൽ എനിക്ക് എന്താ പറ്റിപ്പോയി കഴിഞ്ഞാൽ എത്ര കാലം എന്റെ വീട്ടുകാർ എന്നെ നോക്കും, എത്ര കാലം എന്റെ വീട്ടുകാർ നോക്കും? ഇതെല്ലാം കഴിഞ്ഞാലും ജീവിക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും ലൈഫാണ്, ജീവിക്കണം. അപ്പൊ എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് മണി കാണാം. പൈസ ഇമ്പോർട്ടന്റ്. അപ്പോ ഈ ആരും പൈസ വെറുതെ കൊണ്ടുവന്നു തരില്ല. പിന്നെ ആസ് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് എന്ത് പണി കിട്ടും? ഒരു അക്ഷയ കയറാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് കയറാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓഫീസ് ക്ലർക്കായിട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷെ സ്കില്ലുണ്ടാക്കിയാലേ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സമയത്ത് ഞാൻ പിന്നെ അതിൽ നിന്ന് ഇറങ്ങി. കുട്ടിക്ക് 3 മാസം പ്രായം പോകുന്ന പ്രാക്ടിക്കൽ അല്ല, നമുക്ക് ആലോചിക്കാൻ നല്ലത്. സോ ഞാൻ വീണ്ടും പിന്നെ നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങി. മീൻ കച്ചവടമായിരുന്നു കേട്ടോ ആ സമയത്ത്. പിന്നെ മീൻ കച്ചവടത്തിലേക്ക് ഇറങ്ങി. പിന്നെ ആ ഒരു സമയത്ത് പുറത്തുനിന്ന് നല്ലൊരു ഓഫർ വന്നു. അപ്പോ ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെ പിന്നെ എന്താ പറയാ, ഗൾഫ് അല്ലെ, ദിനാറ് റിയാൽ എന്നൊക്കെ പറഞ്ഞ ഒരു ഡ്രീമാ, ഒരു പൂതി. അപ്പോൾ അങ്ങനെ പൂതി, ഒരു മലപ്പുറം ഭാഷയിൽ പൂതി എന്നാണ്. അപ്പൊ ഈ ഒരു പൂതിക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എന്താ, വിസന്റെ പൈസ വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയാൽ മതി, എല്ലാം സെറ്റാണെന്നുള്ള രീതിയിൽ. അപ്പോ ഞാനങ്ങനെ കയറാണ്. ആ കയറുന്നതിന് മുൻപ് തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യത്തിലൊന്നും പറഞ്ഞാൽ ഞാൻ നല്ലൊരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ഇപ്പോ അൽഹംദുലില്ലാ ഒരു മോർ ദാൻ 1 lakh, അത് സിൽവർ ബട്ടൺ കിട്ടി. 1 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ അന്ന് തുടങ്ങിയ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ്, ഒരു ചെറിയൊരു ചാനൽ, അതായത് ഞാൻ പിന്നെ ഫിഷർമാൻ ഡയറീസ് എന്നുള്ള പേരിന്. അപ്പൊ അത് ചെയ്തപ്പോ ഇപ്പോ ഒരു 18K-ലധികം ഫോളോവേഴ്സ് ഇപ്പൊ ഉണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അതാ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് കയറുന്നത്. പിന്നെ അവിടുന്ന് ഏണിങ്സ് ഒക്കെ കിട്ടി. പക്ഷെ അവിടെ എത്തിയപ്പോ ഞാൻ ആദ്യം വൈഫിനെ, നമ്മുടെ ഫാമിലിനെ കുറിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അപ്പൊ ഞാൻ വൈഫിനോട് ഇങ്ങനെ ചോദിച്ചു, പിന്നെ
പുതിയത് പഠിക്കാൻ പോവല്ലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ട എന്നുള്ളത്. അപ്പോ ഞാൻ ആ രീതിയിലല്ലോ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് പിന്നെ സാലറി കിട്ടിയൊക്കെ സെറ്റ് ആയപ്പോ ഞാൻ ചോദിച്ചു പിന്നെ എനിക്ക് ഐഫോൺ വേണോന്ന് ചോദിച്ചു. അപ്പൊ അന്ന് വൈഫ് പറഞ്ഞത് ആദ്യത്തെ മറുപടി വൈഫിന്റെ മൊബൈലൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, സ്വർണത്തിനന്ന് ഇങ്ങനെ ഇന്നത്തെ മാറിയില്ല, കുറച്ച് ഡൗൺ, ഇന്നത്തെ പകുതിയേ ഉള്ളൂ. അപ്പോ ആ 30-40,000 39-40 റേഞ്ചേ ഉള്ളൂ. അപ്പൊ അന്ന് ഇങ്ങനെ പറഞ്ഞു ഗോൾഡ് വാങ്ങിയിട്ടാൽ നമുക്ക് കുറച്ചുകൂടി ഇതല്ലേന്ന്. അപ്പൊ എനിക്കത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഒരു മാസം കഴിഞ്ഞു, ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോ അത്യാവശ്യം കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ് നല്ല രീതിയിൽ പൊട്ടിയുണ്ട്, അത്യാവശ്യം കടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇതിൽ ഞാൻ ചെന്നപ്പോ ഞാൻ വൈഫിനോട് ചോദിച്ച സമയത്ത് അവര് പറഞ്ഞു ഐഫോൺ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഐഫോൺ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഐഫോൺ വാങ്ങാനുള്ള ഒരു സ്കില്ല് പഠിക്കല്ലേ. അപ്പൊ ഞാൻ അന്നാണ് ഇതിനെക്കുറിച്ച് സ്കില്ല് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് ഡിപ്ലോമകൾ കഴിഞ്ഞ ഒരാളാണ്. ഇപ്പൊ ഡിഗ്രി തന്നെ ഞാൻ 2 ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം സോഷ്യോളജി ചെയ്തു, പിന്നെ ലിറ്ററേച്ചർ. ഈ ഒന്ന് ചെയ്ത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ശരിക്കും ഇതെല്ലാം എന്റെ ഫീൽഡ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് ഇതെല്ലാം എന്റെ ഫീൽഡ് എന്ന് മനസ്സിലാവാൻ എനിക്ക് 3 വർഷം എന്ന് പറഞ്ഞാൽ 1000-ലേറെ ദിവസങ്ങൾ എനിക്ക് കിട്ടും. 1000-ലേറെ ദിവസങ്ങൾ ഞാൻ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോ ഇതെല്ലാം ഫീൽഡ് എന്ന് മനസ്സിലാക്കാൻ പിന്നെ എനിക്ക് അടുത്ത ഡിഗ്രിക്ക് വേണ്ടി, ലിറ്ററേച്ചർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് 3 വർഷം പിന്നെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നുള്ള. അപ്പൊ ഈ ഒരു സാധനം എന്നിട്ട് ഡിഗ്രി നേടിയിട്ട് എന്തുണ്ടാക്കി? അവസാനത്തെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്ത് നേടി എന്നുള്ളത്. അത് ലാസ്റ്റ് ആ സർട്ടിഫിക്കറ്റ് അല്ലാതെ വേറെ ഒന്നും ഞാൻ നേടിയില്ല. പിന്നെ കുറച്ച് ഇംഗ്ലീഷിൽ എഴുതാന് വായിക്കാന് ഗ്രാമർ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പിന്നെ കോട്ടിങ്സ് ഒക്കെ കാണുമ്പോൾ അതില് പിന്നെ അത് പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഗ്രാമറ്റിക്കൽ ഇത് മിസ്റ്റേക്ക് ആണ്, അത് കണ്ടുപിടിക്കാൻ അത് പഠിച്ചു. അതല്ലാതെ വേറെ എന്ത് നേടിയെന്ന് വെച്ചാൽ ഒന്നും നേടിയില്ല. ആ സമയത്ത് പിന്നെ വെറുതെ നടക്കുമ്പോൾ തട്ടിത്തടഞ്ഞ് വീഴുന്നവർ പോലും പോസ്റ്റ് ഗ്രാജുവേറ്റും പിന്നെ എംഫിലും PhD ഉള്ളവരാ. അപ്പൊ ആ സമയത്ത് എന്ത് നേടിയെന്നുള്ള അതൊരു ചോദ്യമായിട്ട്. അപ്പൊ വൈഫും ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഞാൻ അവളോട് ചോദിച്ചത് സ്കില്ലായിട്ട് എന്താ ഉള്ളത്. അപ്പോ പറഞ്ഞു ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് പോവാം, ഡിഗ്രി കഴിഞ്ഞതല്ലേ, റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോവാം. പറഞ്ഞാൽ എത്ര കാലം, എന്താ അതിന്റെ ഒരു ഗ്രോത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു സംഗതി. അപ്പൊ അത് ഓൾറെഡി അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ടീച്ചറായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഭാഗ്യത്തിന് നമ്മളങ്ങനെ തന്നെ പറയാം, ഞാൻ നല്ലൊരു ടീച്ചറാണെന്ന് വിചാരിച്ച് പൂതിവെച്ച ഒരാള്. ഭാഗ്യത്തിന് ആ സമയത്തിന് BEd അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ നിയത്താക്കുക മീൻസ് നമ്മളത് വിചാരിച്ചല്ലോ, കരുതിയല്ലോ. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളെന്തായാലും പഠിക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പോണത്. മോൾക്ക് അന്ന് 1.5 വയസ്സായിട്ട് തോന്നുന്നു, അതായത് 1 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പ്രസ് ചെയ്ത് വിട്ടിട്ട് ഇപ്പോ ആളെ പറഞ്ഞ വാക്ക് പെർഫെക്റ്റ് ആക്കി. കാരണം ആള് ജോലി ചെയ്തു, ആളിപ്പോ സ്വന്തമായിട്ട് ഐഫോൺ വാങ്ങി, അതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം വാങ്ങി. ഇപ്പൊ ഞാനിങ്ങനെ പിന്നെ ആഡൊക്കെ കാണുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പൊ ഇങ്ങനെ നമുക്ക് മലേഷ്യക്ക് പോയാലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയണേ എനിക്ക് പിന്നെ കോലാലംപൂർ അല്ലെങ്കിൽ എനിക്ക് പിന്നെ അസർബൈജാനിലൊക്കെ പോകാൻ പൂതിണ്ട് എന്ന് വൈഫ് പറയുമ്പോൾ, നിങ്ങളെ ഏതൊരു പൂതിയും ഇപ്പൊ ഞാൻ 2 മാസം പണിയെടുത്താൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ എന്ന് പറയും. അത് തന്നൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അത് തന്നൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ചെറുതല്ല. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഞാനിപ്പോ ഈ ഒരു 3 മാസം ഇവിടെ പഠിക്കാൻ വന്നത് എന്റെ ഫീസ് അടച്ചത് വൈഫാണ്. പിന്നെ എന്ത് കാര്യങ്ങളുണ്ടായില്ല, അതായത് നമ്മൾ കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്ന പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ രീതിയിൽ എനിക്ക് അത് തിരിച്ചു കിട്ടി. ഞാൻ പഠിപ്പിച്ചു, അവിടെ തന്നെ തിരിച്ചു പഠിപ്പിച്ചു. പക്ഷെ അതിനേക്കാൾ നല്ലത് ഞാൻ എന്താ പറയാ, നോർമലി ഒരു 100 രൂപ എന്നോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യും, ചിലപ്പോ 100-150 ആവേണ്ടി വന്നാൽ ഒരു 200 കൊടുക്കായിരുന്നു ഗൂഗിൾ പേയിലൊക്കെ. അപ്പോ അതുപോലെ തന്നെ അത് നമ്മളെന്ന് കൊടുക്കുന്ന ആൾക്ക് വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിലും കിട്ടുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാനിപ്പോ അടുത്തായിരിക്കും ഒരു 1-2 മാസം മുൻപ് ഞാനിങ്ങനെ വൈഫിനോട് എല്ലാ സോഴ്സ് എല്ലാം മുട്ടി പറഞ്ഞാൽ പിന്നെ എന്തൊക്കെ അത്യാവശ്യങ്ങളൊക്കെ ആയിട്ട് ഗൂഗിൾ പേ അക്കൗണ്ട് കയ്യിൽ വായിച്ചില്ല. അപ്പൊ ഞാനൊരു 500 തരുമെന്ന് ചോദിച്ച സമയത്ത് ആള് ഒരു 1000 1500 ഇട്ട സമയത്ത് ഞാൻ അനുഭവിച്ചൊരു സംഗതിയുണ്ട്. സോ കൊടുക്കുന്നത് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഇതും ബിസിനസ്സിൽ മെയിനാ. പിന്നെ ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ ഒരു മാസം പിന്നെ അവിടെ റൺ ചെയ്യുന്ന ക്യാമ്പയിന് എന്നെ കാണിക്കായിരുന്നു. ഓരോരോ എനിക്ക് അന്ന് സംഗതി നമുക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയാമെന്നല്ല, അല്ലെങ്കിൽ ആപ്പ് നോർമലി യൂസ് ചെയ്യാൻ അറിയാമെന്നല്ലാതെ ഒരു പിന്നെ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എങ്ങനെ ഇത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മുൻപൊക്കെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാന്, അല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ സാധനം വേണമെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടന്റ് കൊടുക്കായിരുന്നു. ആദ്യം പറഞ്ഞല്ലോ, ഞാനൊരു ചെറിയ രീതിയിൽ
എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കഥ പറച്ചിലും കാര്യങ്ങളായിട്ട് ചെയ്ത ഒരിതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഇപ്പൊ കുറച്ച് മുൻപ് ഒരു 4 ദിവസം മുൻപ് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ അപ്പൊ നിങ്ങളുടെ ജേർണീനെ എങ്ങനെ അടയാളപ്പെടുത്തുന്ന പറഞ്ഞപ്പോ ഞാൻ ഈ ജേർണിയൊക്കെ പറഞ്ഞു. അപ്പൊ എന്തിനാ നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റർ ആയെന്നുള്ള ഒരു ചോദ്യം വന്നു. അത് മറ്റേ ഈ സിനിമയിലൊക്കെ ചോദിക്കണില്ല എന്തിനാ പഠിക്കണമെന്നല്ല ആ ഒരു സാധനം എന്തിനാ നിങ്ങൾ. അപ്പൊ ശരിക്കും എനിക്ക് പറയാൻ പറ്റിയത് ഞാനൊരു ക്രിയേറ്റീവ് റൈറ്റർ ആയിരുന്നു, ഇപ്പോഴും ആണ്, ഇപ്പൊ എഴുത്ത് കുറഞ്ഞെന്നുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു ബിസിനസ് എന്റെ ബ്ലഡിലുണ്ട്, സ്റ്റോറി ടെല്ലിങ് എന്റെ ഹെഡിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് മറ്റു ജോലികളെ പോലെ 1 വർഷം കഴിഞ്ഞാല് ഞാനിത് ഇട്ടേച്ച് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് നല്ലൊരു ക്ലയന്റിനെ പിച്ച് ചെയ്യണമെന്നുണ്ട്. നന്നായിട്ട് അയാള് ഫിക്ഷൻ, ഇമാജിനറി ആയിട്ടുള്ള നന്നായിട്ട് ഫിക്ഷൻ ചേർത്തിട്ടുള്ള കഥ പറയണം. ഈ കഥ പറഞ്ഞാൽ അയാൾ കേട്ടിരിക്കും. സോ ഏതൊരു മനുഷ്യനുള്ളിലും 90 വയസ്സായ മനുഷ്യനും ഒരു 4-5 വയസ്സായ മനുഷ്യനും കഥ കേൾക്കുന്ന കാര്യത്തിൽ ഒരേ സംഗതി ഇതാ. രണ്ടാമത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്പിൾ ആക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് തന്നെയാണ് പറയുന്നത്. സോ എന്താ പറയാ, നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ റിട്ടേൺ ഓഫ് ആഡ് സ്പെൻഡ്, അതായത് നമ്മൾ എത്രയാണോ സ്പെൻഡ് ചെയ്ത് അതിന്റെ മൾട്ടിപ്പിൾസ് ആക്കി നമുക്ക് തരും. ഇതെനിക്ക് ചെയ്യാൻ പറ്റും കാരണം ഈ ബിസിനസ് എന്റെ ബ്ലഡിലുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരെ മുന്നിൽ എന്താ ചെയ്യാ, നമ്മൾ ആകെ പണിയെടുക്കുന്നത് മനുഷ്യനാകെ, ഞാനല്ല നിങ്ങളല്ല ആരായാലും കേട്ടോ. ഒന്നാമത്തെ കാര്യം പ്രൈം എന്ന് പറയുന്നത് ക്യാഷാണ്. രണ്ടാമത്തത് കയ്യടിയാണ്. അതായത് നമ്മൾ പ്രോത്സാഹനം അല്ലെങ്കിൽ ഈ ഒരു സംഗതി, ഈ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പാടാ ഈ അടിപൊളിയാന്ന് പറഞ്ഞ് നമ്മളെ ബാക്കിൽ ഇങ്ങനെ നടക്കാൻ ആളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെന്താ മോട്ടറാക്കുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പൈസ കിട്ടിയില്ലെങ്കിൽ, 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ പണിയെടുക്കും. എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. 4 മാസത്തെ സാലറി, 5 മാസത്തെ സാലറി ഒക്കെ പെൻഡിങ് ആയിട്ടില്ല. അപ്പൊ ഇവർ എന്തുകൊണ്ട് അവിടെ പണിയെടുത്തു എന്ന് അന്വേഷിക്കുമ്പോൾ ഇവരെ ടോപ്പാക്കുന്നുണ്ട്, അവിടെ ഇവരെ മോട്ടറാക്കുന്നുണ്ട്. നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ ഉഷാറാ, എന്റെ വർക്ക് കൊണ്ടാണ് ഞങ്ങള് ഇത് ചെയ്തിട്ട് ക്ലയൻസ് വരുന്നോണ്ടാണ് നമ്മൾ നിലനിന്ന് പോണത്. ഇത് ഇവനക്കുള്ളൊരു അംഗീകാരമാണ്. ഇത് ഇവനക്കുള്ളൊരു ഈ ഒരു അംഗീകാരം ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അറ്റ് എ ടൈമിൽ 1 ലക്ഷം റുപ്യ എടുത്തു കഴിഞ്ഞാൽ ഇവനെ കൊണ്ട് ഇത്ര പണിയെടുപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഈ 2 സാധനങ്ങള് പണത്തിനും അതുപോലെ കയ്യടിക്കും, ഇതിന് വേണ്ടിയിട്ട് മനുഷ്യൻ പണിയുന്നത്. ഇത് രണ്ടും മാർക്കറ്റ് ചെയ്യലാണ് ശരിക്കും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ പണി. അതെനിക്ക് പറ്റുന്നുണ്ട്, അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക, സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാക്കുക, ഡെവലപ്പ് ചെയ്യുക, പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ കൊണ്ട് ഇതിനെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. ഇതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഫീൽഡിലായിട്ട്, അതായത് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത്, അതായത് പൈസ ഉണ്ടാക്കുക, നമ്മൾ പറയുന്നത് കേൾക്കുക, പിന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് ആൾക്കാരെ കൊണ്ട് അറ്റൻഷൻ സീക്കിങ്, അതുപോലെ തന്നെ 4 ആളെ ഇടയിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയപ്പെടും. ഒരു 10 ആളെ ഇടയിൽ ചെല്ലുമ്പോൾ അതിലൊരു 3 ആള് നമ്മളെ നോട്ടീസ് ചെയ്യുക. ഈ ഒരു സാധനമൊക്കെ ഇത്രയും എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പ്രൊഫഷൻ, ഒരു കരിയർ വേറെ ഇല്ല എന്നുള്ള. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് മാസ്റ്റേർഡ് ഡിജിറ്റൽ അക്കാഡമി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതേപോലെ തന്നെ മാസ്റ്റേർഡിൽ നിന്ന് കിട്ടിയ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ഇപ്പൊ ഈ ഒരു കരിയറിൽ മാസ്റ്റേർഡ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മാസ്റ്റേർഡ് ചൂസ് ചെയ്യാൻ മെയിൻ കാരണം വൈഫ് തന്നെയാണ്. ഒന്നാമത്തെ കാരണം ഇതിന്റെ ആഡ് കണ്ട സമയത്ത് എനിക്ക് ഷെയർ ചെയ്യാം, ബൂട്ട് ക്യാമ്പിന്റെ ആഡ് കണ്ട സമയത്ത് ഇത് ഷെയർ ചെയ്തെന്ന അവളാ. ഷെയർ ചെയ്തിട്ട് ഇവിടെ എത്ര ഫീസുള്ളൂ, അന്ന് ഞങ്ങൾ ഇങ്ങനെ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ വൈഫ് പറയായിരുന്നു, നിങ്ങൾക്ക് അത്യാവശ്യം ആൾക്കാരായിട്ട് സംസാരിക്കാൻ, ഒന്നാമത് ഞാൻ അങ്ങനെ ബിസിനസ് കുറെ ചെയ്തല്ലോ, അപ്പൊ ആൾക്കാരായിട്ട് സംസാരിക്കാൻ അറിയാം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ചെറിയ എഴുത്തുകൾ, പോസ്റ്ററുകൾക്ക് ഇതിനൊക്കെ റൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഓരോ കാര്യത്തിനും വൈഫിന്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ അതല്ല അതിങ്ങനെയാണ് എന്നുള്ള ആ ഒരു കറക്ഷൻ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഏജൻസി ഒക്കെ തുടങ്ങാം എന്നുള്ള ആ ഒരു വയസ്സിലായിരുന്നു. അപ്പോൾ അന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള നമ്മളൊരു മോട്ടീവ് ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ഏജൻസി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഞാൻ ഇവിടെ എൻക്വയറി ചെയ്യുന്നതിന് മുൻപ് കെൻമിയിൽ പോയി എൻക്വയറി ചെയ്തിരുന്നു. അന്ന് പ്ലസ് GST അടക്കം ഏകദേശം ഒരു 60,000 63,000 അടുത്താ പറഞ്ഞത്. അതുപോലെ തന്നെ വേറെ 2-3 ഏജൻസികൾ ഇതുപോലെ തന്നെ എൻക്വയറി ചെയ്ത് നമുക്ക് കുറച്ച്. അപ്പോ 3 മാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 4 മാസത്തിന് വേണ്ടിയിട്ട് ഈ 50,000 60,000 സ്പെൻഡ് ചെയ്യുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ഞാൻ ആലോചിക്കും. ഞാൻ പറഞ്ഞല്ലോ മുൻപ് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ 10 രൂപ ചെലവാക്കുമ്പോൾ ഇതിൽ നിന്നുള്ള റിസൾട്ട്
എനിക്ക് എങ്ങനെ ഉപകരിക്കുന്നു ഞാൻ നോക്കാറുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ആഡ് ഞാൻ കാണുന്നത്. വൈഫ് ത്രൂ ഞാൻ ഇത് കാണുന്നത്. അപ്പോൾ 50% സ്കോളർഷിപ്പ്, പിന്നെ ബൂട്ട് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണുന്നത്. അപ്പോ അപ്പോഴാണ് എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ വന്നു 50% സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ മറ്റേടത്ത് കണ്ട് പിന്നെ അന്വേഷിച്ചതിനെ പറ്റി അതിന്റെ പകുതിയല്ലേ വരുള്ളൂ. അപ്പോ നമ്മളിവിടെ ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഓഫറും ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഏതെങ്കിലും ഒരു ബാച്ചിലെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാന്നുള്ളത്. അപ്പൊ ആ ഒരാൾ ഞാനായാലോ, അപ്പൊ നമുക്ക് ക്യാഷ് കൊടുക്കണ്ടല്ലോ. അപ്പൊ അതൊക്കെ ശരിക്കും എന്നെ ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഓക്കെ, അതായത് ഇവര് മൊഡ്യൂളൊക്കെ തന്നപ്പോ എനിക്ക് ഓക്കെയാണ്, കംഫർട്ടാണ്. കാരണം ഇതിലുള്ളതൊക്കെ ഏകദേശം ഞാനിങ്ങനെ വൈഫായിട്ട് ഷെയർ ചെയ്തു. അതായത് ഈ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇവിടുന്ന് തരുന്നത്. അപ്പോ ഇതില് പിന്നെ ഇത് തന്നെയാണ് ഈ പഠിച്ചതെന്നുള്ളത്. അപ്പൊ ഇത് തന്നെ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു ആൻസർ വൈഫ് മാറ്റുന്നത് ഞാൻ ഇവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. ഇതെല്ലാം ഞാൻ പഠിച്ചത്. അപ്പോ ഇതെല്ലാം ഞാൻ പഠിച്ചത് അപ്പോ ഈ ആഡിന്റെ ഒക്കെ കാര്യം അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോർമലി ആൾക്കാർ പറയും അത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ അത്ര വാട്സപ്പ്, ഇതേ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇതല്ലാതെ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ലിങ്ക്ഡിൻ ഉണ്ട്, പിന്നെ GCCയിൽ, പിന്നെ അവിടെയൊക്കെ ആയിട്ട്, പിന്നെ ടിക്ടോക്ക് നമ്മൾ നിർത്തിക്കൊണ്ട് ആരും ടിക്ടോക്കിനെ വല്ലാണ്ട് സംസാരിക്കില്ല. അപ്പൊ ഇവിടെയൊക്കെ ഇപ്പോഴും വേൾഡ് വൈഡ് ആൾക്കാരുണ്ട്. സോ നമ്മുടെ പരസ്യം നമ്മുടെ ഒരു നാട്ടിലെ ഒരാൾ അല്ലെങ്കിൽ രണ്ടാളല്ലല്ലോ കാണണ്ടേ. അപ്പൊ എല്ലാവരും ബിസിനസ്സുകാരാകുമ്പോ അങ്ങനെ തന്നെ. അപ്പൊ വേൾഡ് വൈഡ് ബിസിനസ് ചെയ്യണവരെന്ത് ചെയ്യും, ഈ ഗൂഗിളിലും ഫേസ്ബുക്കിലും മാത്രം ചെയ്താൽ മതിയോ. അപ്പൊ ഇത് രണ്ടും യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഞാനൊക്കെ ഒമാനിൽ പോയപ്പോ പഠിച്ചതാ. അവിടെ കൂടുതൽ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ടിക്ടോക്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയാന്നുള്ളത്. അപ്പൊ മാസ്റ്റേർഡിൽ വന്നപ്പോ അതെനിക്ക് ഓക്കെ. കാരണം ഇവിടെ പഠിപ്പിച്ചത് ഗൂഗിളും മെറ്റയും മാത്രമല്ല. ഗൂഗിൾ പഠിപ്പിച്ചു, മെറ്റ പഠിപ്പിച്ചു, ലിങ്ക്ഡിന് പഠിപ്പിച്ചു, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ ഒരു സാധനം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനൊക്കെ ഈ ഒരു ഇതിലൊക്കെ ആഡ് ചെയ്യാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ വൈഫിന് തന്നെ ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും കുറഞ്ഞ പൈസക്ക് ഇതൊക്കെ പഠിച്ചോ. ഇപ്പൊ എനിക്ക് എന്റെ ഒരു കസിന് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവര് കാണാൻ മൊഡ്യൂൾ ചെറുതാണെങ്കിലും അതിൽ ഇവർ ഇത്ര ഭാഗം കവർ ചെയ്യുന്ന ആളിവിടെ അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കും. അപ്പൊ അതെന്തുകൊണ്ട് വെച്ചാല് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ജോലി പോലെ തന്നെ എന്ത് സാധനം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞാല് 10 രൂപ ഇടുന്നതിന് ഞാൻ എല്ലാത്തിലും ഒന്നാമത് ഞാൻ എന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കും. ഞാൻ ഇപ്പൊ ഈ 10 രൂപ നഷ്ടമാണെങ്കിൽ തന്നെ ഞാൻ എഴുതി തള്ളും, പക്ഷെ സാറ്റിസ്ഫൈഡ് ആയിട്ടല്ലല്ലോ. പക്ഷെ ഇവിടെ ഞാൻ കൊടുത്ത 1 രൂപയ്ക്ക് എനിക്ക് വേർത്ത് ആയിട്ടില്ല, എനിക്ക് വാല്യൂ കിട്ടിയിട്ടില്ല. കാരണം ഏത് ടൈമിലും ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ക്ലയന്റിൽ എനിക്ക് അല്ലെങ്കിൽ കസ്റ്റമർ എനിക്ക് മുൻപേ ഡീൽ ചെയ്യാൻ അറിയാം. പക്ഷെ ഡോക്യുമെന്റ് വെച്ചിട്ട് ഡീൽ ചെയ്യാൻ ഞാൻ എന്താ പറയാ, ഈ ഇവിടെ പഠിച്ചു തുടങ്ങിയ സമയത്ത് വേർഡിൽ ചെയ്തിട്ടായിരുന്നു ഇങ്ങനെ ക്ലയൻസിന്. അപ്പൊ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവും. അപ്പൊ പിന്നെ ക്ലയൻസിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ ആ സമയത്താണ് ഇവിടെ പഠിപ്പിച്ച രമേശ് സാറ് ഗാമ നല്ല അടിപൊളി പ്രസന്റേഷൻ ഗാമ ഇതിൽ പറഞ്ഞു, ഗാമ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഞാൻ ഇതിന്റെ പ്രോ വേർഷൻ ആണ് ഇപ്പൊ ഒരു മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു മാസത്തിൽ ഞാൻ അറൗണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 പ്രപ്പോസൽ ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. 60 പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്തതില് ഒരു 10 പേര്, അത് എനിക്ക് തോന്നുന്ന ഇതിന്റെ ഒരു പ്രസന്റേഷൻ ശൈലി കൊണ്ടായിരിക്കും, ഒരു 10 പേര് ഇപ്പൊ എന്റെ ക്ലയന്റാ. ഇപ്പൊ ഇന്ന് വരെ എന്താ പറയാ, ഈ 10 പേര് ഞാനിപ്പോ ഇന്നലെ വരെ ഞാൻ ഒരു 9 ക്ലയന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 9 ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, പുതിയൊരു കോട്ടയത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരിങ്ങനെ ഓൺലൈനായിട്ട് എൻക്വയറി ചെയ്ത് വന്നപ്പോൾ അവർക്ക് ഞാൻ ചെയ്തതിന്റെ ഇട്ട് കൊടുത്തപ്പോൾ അവർ ആദ്യം തന്നെ നിങ്ങളെ പേയ്മെന്റ് ലിങ്ക് തരുമെന്ന് ചോദിച്ചു. പേയ്മെന്റ് ഇട്ടു. അതിനുശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ചോദിക്കാനുള്ള വോയിസ് അവർ തന്നില്ല. ഞാൻ പേയ്മെന്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിന്റെ ആക്സസ്, ഇതെല്ലാം. കാരണം ഇതിന്റെ ഒരു മെയിൻ എന്താ വെച്ചാൽ അവരെന്നെ സാറ്റിസ്ഫൈഡ് ആയി, എനിക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അവർ പഠിച്ചു. ഇതിൽ ഒന്നാമത്തെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഗൂഗിളിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ 2 വീലർ വിൽക്കുന്ന ആരാന്നുള്ളത്. അത് TVSന്റെ ഒരു മുക്കം TVS എന്നുള്ളതാണ്. സോ അവർക്ക് ഞങ്ങൾ ഓണം ക്യാമ്പയിൻ ചെയ്തിട്ട്, ഒരു ഓണം ക്യാമ്പയിന് മാത്രം പിന്നെ നമുക്ക് 35,000 രൂപ 36,000 രൂപയാണ്. പക്ഷെ അതല്ലാതെ ആ ഒരു മാസം നമ്മൾ ക്യാമ്പയിൻ ചെയ്ത് 48,000 രൂപയ്ക്കാണ്. 48 ഒരു 600 അങ്ങനെ എന്തോ അത്രയും സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 3 കോടി രൂപയുടെ ബിസിനസ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 3 കോടി അല്ല കേട്ടോ, കാരണം ഒരു പ്രൊഡക്റ്റിന് ആവറേജ് നമുക്ക് എന്ത് ചെയ്യും 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾ 200 പ്രൊഡക്റ്റിന്റെ റേറ്റ് അപ്പോഴും നമ്മൾ 3 കോടി ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾ ജനറേറ്റ് ചെയ്ത ലീഡിൽ നിന്ന് മാത്രം 760ഓളം ലീഡുകൾ ജനറേറ്റ് ചെയ്തു. അതിൽ നിന്ന് അറൗണ്ട് 371 സെയില് അവർ ചെയ്തു.
371 ഞങ്ങൾ പകുതി എന്ത് ചെയ്തു, പകുതി നിങ്ങളെ ക്രെഡിറ്റ് ആയിട്ട് അവിടെ വെക്കും. 170 നിങ്ങളെ ക്രെഡിറ്റ് ആയിട്ട് നിന്നോട്ടെ. കാരണം ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലക്ക് ഞാനിപ്പോ 300 എണ്ണത്തിന് പിന്നെ 50,000 രൂപയ്ക്ക് 4.5 കോടി രൂപയുടെ ബിസിനസ് ആരും വിശ്വസിക്കില്ല. സത്യം ഇതാണെങ്കിൽ കൂടി ഞാനിപ്പോ ഇങ്ങനെ പ്രപ്പോസൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സാറ് ചോദിച്ചിരുന്നു, ഇതെങ്ങനെ, ഇതിന്റെ സംഭവം എങ്ങനെയാന്നുള്ളത്. ഇതോ ഒരു 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 ആശ്ചര്യമുണ്ട്, ഒരു എക്സ്ക്ലമേറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഇത് നുണയല്ലേ ആ ഒരു സംഗതി. അപ്പൊ ഞാനിത് വിത്ത് പ്രൂഫ് അടക്കം ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്കത് മനസ്സിലായത്. കാരണം സത്യമാണെങ്കിലും കൂടി പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മളാരും വിശ്വസിക്കില്ല. സോ ഇത് ഞാൻ വിത്ത് പ്രൂഫ് വെച്ചിട്ട് ഇവർ വെച്ചു കൊടുത്തപ്പോൾ ഇവരൊക്കെയാണ്. ഇപ്പോ പാളയത്ത് ഒരു ജ്വല്ലറിക്കാരൻ, അവർക്ക് ഒരു പരസ്യം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുകയാണ്. സോ ഇപ്പൊ ജ്വല്ലറി ഒക്കെ അറിയാലോ, ഗോൾഡിനൊക്കെ വില കൂടി. അപ്പൊ ഇവര് ഇന്നോട് ഇങ്ങോട്ട് പറഞ്ഞാ, പിന്നെ നമുക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലാണ് പരസ്യം ചെയ്യേണ്ടത്, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. ഞാൻ ഒരു മാസത്തേക്ക് ഇത്ര രൂപ ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോ ഇത്ര രൂപ. അപ്പൊ ഇതിങ്ങനെ ഓക്കെ ആയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു ഫസ്റ്റ് ഞാൻ എത്ര തരേണ്ടതെന്നുള്ള. അപ്പൊ നമ്മളൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നിങ്ങൾ ഒരു മാസത്തെ ക്യാഷ് തരണ്ട, ആദ്യം നിങ്ങൾ 2 ആഴ്ച തരാനുള്ള ക്യാഷ്, 15 ദിവസത്തിനുള്ള ക്യാഷ് തന്നാൽ മതി. അതിൽ നിന്നുള്ള റിസൾട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇനിയിപ്പോ ഇതേ സാധനം തുടർന്ന് പോകണോ, അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കണോ എന്നുള്ളത്. ഇപ്പോ ഏകദേശം 10 ദിവസമായി ജ്വല്ലറിക്കാരന് ചെയ്ത് കൊടുത്തിട്ട് ഇയാൾ പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ട്രിപ്പിൾ എൻക്വയറി വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ട്രിപ്പിൾ എൻക്വയറി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത് വെച്ചിട്ട് ഇപ്പൊ എന്റെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു അപ്രോക്സിമേറ്റ് 5,000 കൂട്ടാം. സോ ഈ ഒരൊറ്റ കസ്റ്റമർ കൊണ്ട് ഞാൻ ഏകദേശം ഇതിന്റെ ട്രിപ്പിൾ 17,000 സർവീസ് ചാർജ് മാത്രമേ ഞാൻ ഒപ്പിച്ചു. ഇത് ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാം ട്രിപ്പിൾ ആണല്ലോ. അപ്പൊ ഇതുപോലത്തെ ഒരു 3 കസ്റ്റമർ കിട്ടുന്ന രീതിയിൽ ഞാൻ എറണാകുളത്ത് പോയിട്ട് പിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ മാസ്റ്റേർഡിൽ വന്നിട്ട് പഠിച്ചൊരു കാര്യം, നമ്മൾ എവിടെയും ചാടി കയറി നിന്നിട്ട്, അതായത് പിന്നെ ആസ് എ എന്താ പറയാ, ഒരു ബിസിനസ്മാന്റെ ഇടയിൽ എങ്ങനെ പിച്ച് ചെയ്യണമെന്ന് സംസാരിക്കാനുള്ള ആ ഒരു സംഗതിയിൽ നമ്മൾ ബിസിനസ്സിൽ വാട്സപ്പിലൂടെ എങ്ങനെ നമുക്ക് ബിസിനസ് പിടിക്കാം, ഇൻസ്റ്റാഗ്രാമിലൂടെ. ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത് പുതിയ എന്നല്ല, ഞാൻ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണുമ്പോൾ, നല്ല റീലൊക്കെ ആയിരിക്കും, ഞാൻ നേരെ അവരെ പ്രൊഫൈലിലോട്ടിട്ട് നോക്കും, ഇവരിങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടോ. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിലെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വിടും, അങ്ങനെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ കണ്ടല്ലോ. ഇതിനൊരു ഡിജിറ്റൽ മാർക്കറ്റർ വന്നു കഴിഞ്ഞാൽ ഓർഡർ ആയിരിക്കും, നിങ്ങൾക്ക് ബിസിനസ് കൂടും, ഇങ്ങനെയുണ്ട്. പിന്നെ ഞാനൊരു ഫ്രീലാൻസർ ആണ്, താല്പര്യം ഉണ്ടോന്ന് അങ്ങനെ കൊടുത്തിട്ട് 3 പേര് എനിക്ക് കസ്റ്റമർ ആയിട്ടുണ്ട്. ഒന്നും ചെയ്യാതെ പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല കടകള്, ബേക്കറികൾ, ഐ മീൻ നല്ല ക്ലോത്ത് സ്റ്റോർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു വാട്സപ്പ് നമ്പർ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നോക്കും വാട്സപ്പ്. അപ്പൊ ഇവര് സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ആസ് എ ഡിജിറ്റൽ മാർക്കറ്ററിന്റെ വ്യൂല് ഇവർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ അവർക്ക് മെസ്സേജ് അയക്കുക, കോൾ ചെയ്യുക, ഒരു ഫ്രീ ഓഡിറ്റ് തരട്ടെ. ഇപ്പൊ ഞാനതാട്ടെ യൂസ് ചെയ്യാറ്. ശരിക്കും ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, പിന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിന് ഒരു ഇത് ഞാൻ ചെയ്തു തരട്ടെ എന്നുള്ള. അപ്പൊ ഞാനൊരു 1 ഹവറിന് ഞാൻ 1,999 ഞാൻ ചാർജ് ആക്കുന്നുണ്ട്, 1 മണിക്കൂർ. അപ്പൊ ഇരിക്കുന്നത് എനിക്ക് ഇതാവില്ല. സോ അവരെന്റെ ക്ലയന്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ റിട്ടേൺ, അതായത് ഇത് നമ്മളെ സർവീസ് ചാർജ് ആക്കിയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതില്ല, ആ സാധനം ഞാൻ അവർക്ക് റിട്ടേൺ കൊടുക്കാറുണ്ട്. ഇവൻ ക്ലയന്റ് ആയിട്ടില്ലെങ്കിൽ അവർക്കും അത് നഷ്ടമാവില്ല. കാരണം എന്തുകൊണ്ട് അവര് പിന്നിലായി, അല്ലെ എങ്ങനെയൊക്കെ ചെയ്ത് അവർക്ക് മുന്നിലാവുന്നുള്ള ഒരു സജഷൻസും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ, അതായത് എങ്ങനെയൊക്കെ ബിസിനസ് പിടിക്കുക, ഈ ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്യുക, ആൾക്കാരെ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഗാമ ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നടക്കില്ലായിരുന്നു. സോ അറൗണ്ട് ഞാനിപ്പോ ഇന്ന് ഞാൻ എന്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ, ഇപ്പോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളെ ക്ലാസ് കഴിഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച ലാസ്റ്റ് ക്ലാസ്സാണ്. സോ ഏറ്റവും പിന്നെ എന്താ പറയുക സന്തോഷം എന്നുള്ള കാരണം, ആ വ്യാഴാഴ്ച ഇന്റർവ്യൂ കഴിഞ്ഞു, വെള്ളിയാഴ്ച എനിക്ക് കൊച്ചിയിലുള്ള ഒരു ഇതിൽ പ്ലേസ് ആവാൻ പറ്റിയെന്നുള്ളതാണ്. അതായത് ഏകദേശം ഞാൻ കൊടുത്ത ഫീസിനേക്കാളും 5,000 കൂടുതൽ, 5,000 രൂപ കൂടുതലാണ് എന്റെ ഫസ്റ്റ് മാസത്തെ സാലറി. അതായത് 3 മാസത്തിന് വേണ്ടി ഞാൻ കൊടുത്ത പൈസ എത്രയാണോ അതിനേക്കാൾ 5,000 കൂടുതൽ. അതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു എന്താ പറയാന്ന് തന്നെ അറിയില്ല, അതിന്റെ ഒരു ഫീലിംഗ് അത് ഭയങ്കരമാണ്. പിന്നെ ഈ ഗാമ ഞാൻ പറഞ്ഞില്ല, ഇതില്ലായിരുന്നെങ്കിൽ എത്രത്തോളം അതെനിക്ക് അറിയില്ല. കാരണം പിന്നെ ഈ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ഉപയോഗിക്കുക, ഏതൊക്കെ AI ആണ് ഉപയോഗിക്കാറെന്നുള്ളത്. അപ്പൊ ഞാൻ ഗാമ, ലവബിൾ, അതുപോലെ തന്നെ പെർപ്ലക്സിറ്റിയുടെ കോമറ്റ്, ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കോമറ്റിൽ എന്താ ചെയ്യുക. അപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ ആഡ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇപ്പോ അതായത് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന എന്തായാലും മിനിമം എന്നെക്കാൾ 1 വർഷം മുൻപ് കഴിഞ്ഞതായിരിക്കും. അവര് പോലും ഇത്ര അപ് ടു ഡേറ്റ് അല്ല. അപ്പൊ എനിക്കിത് അപ് ടു ഡേറ്റ് ആവാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഇതില്
സെറ്റ് ആവാനും മാസ്റ്റേർഡ് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഏതൊരു ഇതിലിട്ടോ. അപ്പൊ ഞാൻ നട്ടപാതിരക്ക് ജാസിം സാറെ പറയാം പ്രത്യേകിച്ചിട്ടോ. ഞാനൊരു ദിവസം പിന്നെ ഒരു കാർഗ്ലോ, അതായത് ഒരു ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോന്റെ ഇത് ഞാൻ ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോ 2 ദിവസം കഴിഞ്ഞ് ഒരു മാസമായി അവരിത് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ്. അപ്പൊ അവരിത് ഇതുപോലെ ഫസ്റ്റത്തെ 2 ദിവസം എൻക്വയറി കുറവായപ്പോ സാറോര് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഒരു ഡൗട്ട് ഇതെന്താ ചെയ്യാൻ പറ്റും. അപ്പൊ സാറ് പറഞ്ഞു ഇതിങ്ങനെയാണ്. അതായത് ഏത് നട്ടപ്പാതിരക്കും ഫോൺ അറ്റൻഡ് ചെയ്യാൻ മെന്റർ ഉള്ളത് അത് ഭയങ്കര. കാരണം ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഞാൻ മൊഡ്യൂളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ സാർ ഇത് എടുത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അടുത്ത സെഷൻ അതിനെ കുറിച്ചുള്ളതായിരിക്കും. അതായത് ഇപ്പോ ഒരു ഒരു സെഷനാണ് കംപ്ലീറ്റ് ചെയ്ത്, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ സെഷൻ ഓക്കെ നീ അത് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഈ അടുത്ത സെഷൻ അതിനെ കുറിച്ചായിരിക്കാം എന്നുള്ള ആ ഒരു ഇതില്. ഇവിടെ മെന്ററെ കുറിച്ച് പറയാൻ ഞാൻ 100% ഓക്കെയാണ്. എനിക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയിട്ടില്ല. അതായത് പിന്നെ ഏത് നട്ടപ്പാതിരക്കും ഫോൺ എടുത്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ എപ്പോഴും. പിന്നെ ആ എന്തായി, ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് ആ എന്തായി അത് ഓക്കെ അല്ലേ. പിന്നെ അതിനെങ്ങനെ കവർ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു പുതിയ വർക്ക് വരുമ്പോ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞല്ലോ പിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതികളൊക്കെ. അപ്പൊ ഇങ്ങനെ പോയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ അല്ലാത്ത സാറ് പറഞ്ഞു ഇങ്ങനെ ടെലിഗ്രാമിൽ വാട്സപ്പിലൊക്കെ എന്ത് ചെയ്യും, ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ അത് നമ്മള് ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് അതിങ്ങനെ തേടി പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫ്രീലാൻസ് വർക്ക് ചെയ്യാൻ പറ്റുന്നു. ഫസ്റ്റ് ഫ്രീലാൻസ് വർക്ക്, അതായത് ഒരു ഷോപ്പിഫൈന്റെ വർക്ക്, ആ വർക്ക് പിന്നെ ഞങ്ങൾക്ക് തന്നതും ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു എൻക്വയറി നമ്പർ തന്നത് സാറാണ്. ഇപ്പൊ ഇവിടെ ഈ 3 മാസം കൊണ്ട് തന്നെ ഞാൻ പഠിച്ച സാധനം തന്നെ 3 ഷോപ്പിഫൈന്റെ വെബ്സൈറ്റ് ഞങ്ങൾ ചെയ്തു. ഒരു പിന്നെ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോണ്ടറി ഇതിന്റെ ഒരു വെബ്സൈറ്റ് ഞങ്ങൾ ഓൺ ബോർഡിങ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ ഒരു നല്ലൊരു ഞങ്ങളെ നാട്ടിലെ ഒരു ഫിഷിംഗ് വ്ളോഗർ ഉണ്ട്. ആ വ്ളോഗറിന്റെ ഒരു വെബ്സൈറ്റ് വിത്ത് ഷോപ്പിഫൈ അല്ലെങ്കിൽ വൂക്കോമേഴ്സ് ഇപ്പൊ ചെയ്യാനുള്ള പ്രപ്പോസൽ ഞങ്ങൾ തയ്യാറാക്കി ആൾ ഓക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയല്ലോ പിന്നെ ഒരു 2-3 ദിവസം മുൻപ് ഞാൻ കസിൻസ് ഒക്കെ എല്ലാവരും ഇങ്ങനെ കൂടിയപ്പോ ഇത്ര രൂപ പിന്നെ അൽഫാം ഇതൊക്കെ വാങ്ങാന്നുള്ളതില്. അപ്പൊ ക്യാഷ് എന്നപ്പോ ഞാൻ പറഞ്ഞത് വേണ്ട, അതിന് മാത്രം ഒരു ചോദ്യമാണ്, അതിന് മാത്രം ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചു. അതായത് ഇപ്പോ നിലവിൽ നിങ്ങൾ വാങ്ങുന്നതിന്റെ 3 ഇരട്ടി ഞാൻ ഈ ഒരു മാസം ഇന്നിപ്പോ എത്ര 20 ഒക്ടോബർ 20 നിലവിൽ നിങ്ങൾ വാങ്ങുന്നതിന്റെ 3 ഇരട്ടി ഈ ഒരു 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഞാൻ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ എന്റെ എന്റെ ഒരു പെൻഡിങ്ങും കൂടെ ഉണ്ട്, ഒരു 3-4 എണ്ണം പെൻഡിങ്ങും കൂടെ ഉണ്ട്. അതും കൂടി പോയി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 എന്നുള്ള ഒരു 5 ഇരട്ടിയാവും. അത്രത്തോളം എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊരു ഈ പിന്നെ നയിച്ചുന്നൊരു വെള്ളല്ല പണ്ടുള്ളവര് പറയല്ലോ, അത് നയിപ്പുണ്ടെങ്കിലും കൂടി ഇതിപ്പോ ഒരു പണിയല്ലാതായി തോന്നുന്നതാണ്. ഇപ്പൊ ഇത് ഒരു പണിയല്ലാണ്ടായി തോന്നി. ഇതിപ്പോ കുറഞ്ഞ നേരം വർക്ക് ചെയ്താൽ മതി. അതായത് കുറച്ച് ഇത് നമ്മൾ പിന്നെ ഇത് ചെയ്താലും കുറഞ്ഞ നേരം വർക്ക് ചെയ്തിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ള സംഗതി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പൊ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് വിഷിംഗ് യു ഓൾ സക്സസ് ഫോർ യുവർ കരിയർ. ഇനി അങ്ങോട്ടും ഒരുപാട് വളർച്ച കരിയറിൽ ഉണ്ടാവട്ടെ. താങ്ക് യു.